എൻ്റെ പേര് ഡെന്നി. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ നന്ദി, സ്തുതി, സ്തോത്രം. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം കിട്ടിയൊരു വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്കും കയ്യിൽ പൈസയൊന്നുമില്ലാതെ നിന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അതിന് മുമ്പേ പോകുന്നായിരുന്നു. ഹസ്ബൻഡ് പിന്നെയാണ് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വന്നു. ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ, ജോലി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫോറിനേഴ്സിനെ പറഞ്ഞു വിടുന്ന ഒരു സമയം. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ട കൂട്ടത്തിൽ വന്നതായിരുന്നു. അപ്പോൾ വലിയ സേവിങ്സ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് 2 അനിയന്മാരും അമ്മയാണുള്ളത്. അവിടുത്തെ ഡാഡി മരിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് അനിയന്മാർ 2 ബാംഗ്ലൂർ സെറ്റിലാണ്, മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡും അമ്മയും മാത്രമായി അവിടെ. ഞങ്ങൾ എൻ്റെ വീട്ടിലും ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അങ്ങനെയായി. അപ്പോൾ ഹസ്ബൻഡിന് ജോലിയൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് സ്വത്ത് പാർട്ടീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം മമ്മി അത് സമ്മതിച്ചില്ല. മമ്മി പറഞ്ഞു ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതിന് സമയമാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മമ്മിയും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളായി, വഴക്കായി, പിന്നെ കേസായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 2 പേരും മിണ്ടത്തില്ല. പിന്നെ പയ്യെ കുക്കിങ്ങും വേറെയായി. ഒരാൾ വെക്കണത് ഒരാൾ കഴിക്കത്തില്ല. അങ്ങനെയായി. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് ശ്വാസം മുട്ടായിരുന്നു. 2 പേരും മിണ്ടാതെ ഇങ്ങനെ. അപ്പം ഞാൻ മമ്മി വെക്കണതെല്ലാം എടുത്ത് തിന്നും. ആദ്യം തന്നെ പോയി എടുത്ത് കഴിക്കും. പിന്നെ ഞാൻ ഭക്ഷണം വയ്ക്കും. അപ്പം മമ്മിയും കഴിക്കും. അങ്ങനെ ഞാൻ കൊണ്ട് ടേബിളിലെല്ലാം സെർവ് ചെയ്യുമ്പോൾ മമ്മിയും ഹസ്ബൻഡും എല്ലാവരും വന്നിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരണ വരെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേരില്ലെങ്കിൽ അവർ വന്ന് ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച്. പക്ഷെ ഞാൻ പോകുന്ന കഴിയുമ്പോൾ പിന്നെയും പഴയ സ്ഥിതിയിലേക്കാവും. പിന്നെ ആ വഴക്കങ്ങ് മൂർച്ഛിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അനിയന്മാരും മമ്മിയും ഒരു സൈഡിൽ, ബാക്കി കുറേ ബന്ധുക്കൾ ഒരു സൈഡിൽ, ഹസ്ബൻഡ് തന്നെ വേറെ സൈഡിൽ. അങ്ങനെയൊക്കെയായി. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കിയിട്ടും അതിൽ നിന്ന് മാറാനായിട്ട് ഹസ്ബൻഡും കൂട്ടാക്കിയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ അമ്മ വയസ്സായ അമ്മേനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യും. റേഷൻ കാർഡ് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് 2ാമത് ഉണ്ടാക്കാനായിട്ട് മമ്മി പറഞ്ഞെങ്കിലും ഹസ്ബൻഡ് അത് ഉണ്ടാക്കിയില്ല. മമ്മി എന്നെ ഒരു റിലേറ്റീവിനെ വിളിച്ചുകൊണ്ടുപോയി 2ാമത് റേഷൻ കാർഡ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ മോളുടെ പഠിത്തത്തിൻ്റെ എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ടി വന്നപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി വയ്ക്കണമായിരുന്നു. അപ്പോൾ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി കൊടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് മമ്മീനെ ഷൗട്ട് ചെയ്തു. പിന്നെ ഒരു ദിവസം അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങളായി. ഇതുവരെയും ചെയ്യാത്തത് മമ്മി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ അതേ പറയണ അനുസരിച്ച് നടക്കുന്ന ഒരു മോനായിരുന്നു. കംപ്ലീറ്റ് ഓപ്പോസിറ്റായി ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ. അങ്ങനെ ഒരു ദിവസം പിന്നെ ഹസ്ബൻഡിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് എല്ലാവരും പറഞ്ഞു. എന്നാൽ മാത്രം സ്വൈരത്തോട് മമ്മിക്ക് വയസ്സായി, മമ്മി തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതറിഞ്ഞ് ഹസ്ബൻഡ് വേഗം ഒരു ലോഡ്ജിലേക്ക് മാറി. മമ്മി അവിടെ, ഞങ്ങളാണെങ്കിൽ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് സമ്മതമല്ലായിരുന്നു. കാരണം അവരെ കുടുംബത്തിൻ്റെ പേരും എല്ലാം നഷ്ടവും, വാടകയ്ക്ക് താമസിച്ചാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായി. പിന്നെ ഒരു കേസ് കൊടുക്കാനേ അവർക്ക് തമ്മിൽ വിഷമമുണ്ടായിരുന്നു. ഒരു കള്ളക്കേസാണ്. മമ്മി കൊടുത്തു, ഹസ്ബൻഡും കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കേസാണ് കൊടുത്തത്. പിന്നെ അങ്ങോട്ട് 3 കോടതിയിലായിട്ട് ഇഷ്ടംപോലെ കേസുകൾ, ഒരു 6-7 കേസുകളുണ്ടായിരുന്നു 3 കോടതിയിലും. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും ഈ കേസിൻ്റെ പിന്നാലെ. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ പുള്ളി എല്ലാ നേരവും ഈ അഡ്വക്കേറ്റിൻ്റെ കൂടെ നടക്കലാണ്. വേറെ ഒരു കാര്യത്തിലേക്കും ഡൈവേർട്ട് ചെയ്ത്, ജോലിക്ക് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് മനസ്സ് പോവേയില്ല. വാശിയാണ്. എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ തൊട്ടനും പിടിച്ചനും എല്ലാത്തിനും കേസ്. അപ്പോൾ അതിന് മാറ്റാനായിട്ട് ഞാൻ നോക്കി. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് നോക്കി. പക്ഷേ സംസാരിക്കുന്തോറും അത് കൂടല്ലാതെ ഒട്ടും കുറയണില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞും ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു, 4ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു ഈ കാര്യം. അപ്പം ഇതിനു മുമ്പും പല പ്രാവശ്യം കുറേ ആൾക്കാർ ഇടപെട്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചർച്ച വയ്ക്കും. ചർച്ച കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ചർച്ചയുടെ ഇടയ്ക്ക് ചർച്ച അലസി പോകും, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ
ചർച്ചയിലെല്ലാം എഗ്രിമെൻറ്റ് അങ്ങനെ ചെയ്യാൻ ധാരണയാവും, പക്ഷേ പിറ്റേ ദിവസം അത് മാറ്റി പറയും. അങ്ങനെയായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം മാറിയിട്ടുണ്ട്. അങ്ങനെ കോടതിയിലുണ്ടായിരുന്ന കോലഞ്ചേരി കോടതിയിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് മാറിപ്പോയി. അപ്പോൾ ഒരു ലേഡി മജിസ്ട്രേറ്റ് വന്നു. അങ്ങനെ കേസിന് വിധി പറയേണ്ട ഒരു സമയമൊക്കെ ആയി. അപ്പോൾ ലേഡി മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇനി നിങ്ങൾ അമ്മയും മക്കളും അല്ലേ, നിങ്ങൾ പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞു, ഒരു കാര്യം ഈ കോടതിയിൽ വെച്ച് പറഞ്ഞു നിൽക്കണ്ട, ഇവർ വീട്ടിൽ പോയി പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഞാനിങ്ങനെ മമ്മിയാണെങ്കിൽ 80 വയസ്സായി, മമ്മിക്ക് 2 മുട്ടലും വേദനയുണ്ട്. അപ്പോൾ മമ്മി ഇങ്ങനെ കോടതി കയറി മമ്മിക്ക് ഭയങ്കര ദേഷ്യ ഹസ്ബൻഡിനോട്, ഹസ്ബൻഡിന് അതുപോലെ തന്നെ. 2 കൂട്ടരും ഒട്ടും താഴില്ല. അപ്പോൾ ഞാൻ പറയാം, അമ്മയല്ലേ, അമ്മയുടെ മുമ്പിൽ നമ്മളല്ലേ താഴേണ്ട, മക്കളല്ലേ താഴേണ്ട, വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാലൊന്നും ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ ഞാനൊരു ദിവസം ബെഞ്ചിരിച്ച് ഉപ്പായിട്ട് ചെന്ന് ആരും കാണാതെ വീടിന് 4 കോണിലും വിശ്വാസപ്രമാണവും സ്വർഗസ്നായ പിതാവേയും കൃപ പറഞ്ഞ മറിയുമ്പോൾ എല്ലാം ചൊല്ലി 7 പ്രാവശ്യം ചൊല്ലി ഞാൻ ഉപ്പ് വിതറി. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഒരിക്കലും ഈ വയസ്സായ അമ്മ ഇനി കേസിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ അനുവദിക്കരുതേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പക്ഷേ പിറ്റേ 3 മാസം കഴിഞ്ഞപ്പം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും കോടതിയിൽ കേസ് വന്നപ്പോൾ മമ്മി പോയിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ വീട്ടിൽ കൃപാസന മാതാവിൻ്റെ ആൾരൂപമുണ്ട്, മാതാവിൻ്റെ ഫോട്ടോയുണ്ട്. ഫോട്ടോയുടെ അടുത്തുനിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞിട്ടും കേട്ടിട്ട് അമ്മ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയണതിന് മുമ്പ് തന്നെ അമ്മ പറഞ്ഞു, നീ സമാധാനമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അമ്മ എന്തോ ചെയ്യാൻ പോണ പോലെ എനിക്ക് തോന്നി, എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ മാസം നവംബറിൽ 25-ാം തീയതി പിന്നെയും കേസിന് മീഡിയേഷൻ വെച്ചു. സാധാരണ അത് കോടതിയിലാണ് വെക്കാറ്, പക്ഷേ അത് വീട്ടിൽ തന്നെ വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, വീട്ടിൽ അങ്ങനെ ഒരു മീഡിയേഷൻ വെക്കുമ്പോൾ ആ വീടിൻ്റെ 4 കോണിൽ ഞാൻ ഉപ്പ് വിതറിയിട്ടുണ്ടല്ലോ, അപ്പോൾ അമ്മയുടെ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സാന്നിധ്യം വീടിൻ്റെ ഉള്ളിൽ, അവരുടെ ചർച്ചയ്ക്ക് ഉള്ളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം തോന്നി. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. അമ്മയെ കോടതി കേട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ലെങ്കിലും അത് ഇങ്ങനെയായിരുന്നു കേട്ടതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് വന്ന് എന്നോട് പറഞ്ഞു, എല്ലാ പ്രാവശ്യം പോലെ പിന്നെയും മീഡിയേഷൻ വെച്ചിട്ടുണ്ട്, ഇതും മനസ്സിൽ പിരിയും, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, വെറുതെ പോകാമെന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയിരുന്നു, അന്ന് പള്ളി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് മാതാവിൻ്റെ വചനപ്പ് പെരുന്നാളാണല്ലോ, മംഗളവാർത്ത കേട്ട ദിവസമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മംഗളവാർത്ത കേൾക്കാൻ ഇടയാവണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ അന്ന് സൺഡേ ഒരു 4:30-ക്കാണ് മീഡിയേഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പോകാൻ നേരത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ കാശ് രൂപ ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, അവർ പറയുമ്പോൾ പലതും പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ പിന്നെയും പലതും സംസാരിക്കും. അങ്ങനെ ഈ ചർച്ചയും ഒരു തീരുമാനമാവത്തിൽ അലസി പിരിയും. അപ്പോൾ ഒന്നും മിണ്ടരുത്, എന്തെങ്കിലും മിണ്ടാൻ തോന്നുമ്പോൾ ഈ കാശ് രൂപത്തിൽ പിടിക്കണം, പോക്കറ്റിൽ പിടിച്ചാൽ മതി, ക്ഷമയ സഹനത്തോട് പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ ഹസ്ബൻഡ് ഒരു 6:30-7 മണിയായപ്പോൾ പറഞ്ഞു, വലിയൊരു അനുഗ്രഹമാണ്, ചർച്ച സെറ്റിലായി എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞു, ഇങ്ങനെ സെറ്റിലായിട്ട് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പിറ്റേ ദിവസം ഇനി എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ പിറ്റേ ദിവസം അവരൊരു കണ്ടീഷൻ വെച്ചു, ഇനി വേറെ കുറേ സ്വത്തുകൾ കിടക്കണേൽ യാതൊരു അവകാശം ഞാൻ ഉന്നയിക്കില്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ ഞാൻ എഴുതത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞു. പിന്നെയും ചെന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു, മാതാവേ കേസ് സെറ്റിലായെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഇങ്ങനെയാണല്ലോ പറയണേ. അപ്പോൾ തന്നെ മാതാവ് പറഞ്ഞു, ഇത് ഞാനായിട്ട് സെറ്റിൽ ചെയ്ത കേസാണ്, ഞാൻ ലോക്കിട്ട് പൂട്ടി, താക്കോലിട്ട് താഴിട്ട് പൂട്ടിയ കേസാണ്. ഇത് നിൻ്റെ ഭർത്താവോ ബന്ധുക്കളോ വേറെ ആരോ വിചാരിച്ചാലും ഇത് തുറക്കാൻ പറ്റത്തില്ല, ഇത് ഞാനായിട്ട് ക്ലോസ് ചെയ്ത ഫയലാണ്, ഒരിക്കലും ഇത് തുറക്കാൻ പറ്റത്തില്ല, ഈ താഴ് തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ കേസ് എന്തായാലും ഇനിയും തുടരുള്ളൂ കേസുകളെന്ന് ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരിക്കലും അല്ല, മാതാവ് എന്നോട്, പക്ഷെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, ഇത് എന്തായാലും ഈ കേസ് ക്ലോസ് ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ പിറ്റേ ദിവസം അവർ പറഞ്ഞു, കുഴപ്പമില്ല, ആ കണ്ടീഷൻ ഞങ്ങൾ വിഡ്രോ ചെയ്തോളാം, കേസ് സെറ്റിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 7 കേസും സെറ്റിലായി. വർഷങ്ങളായിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിന് തന്നെ വേണ്ടി നടക്കുമായിരുന്നു. ഞങ്ങളുടെ ആ വക്കീലിന് കുറേ പൈസ കൊടുത്തിട്ടുണ്ട് ഈ പല കേസുകളുടെ പേരിൽ. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ വേറെ ജോലിക്കൊന്നും പോകണില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആണെങ്കിലും ഇവിടെ വന്ന്, ഞാൻ സ്കൂളിൽ ടീച്ചറാണ്, റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസം തുടങ്ങി. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഈ പള്ളിയിലെ അച്ഛനും ആൾക്കാരൊക്കെ വന്ന്
ഞാനിവിടെ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ധ്യാനത്തിൽ പറഞ്ഞു, അകന്ന് നിൽക്കുന്ന ദമ്പതികൾ പ്രാർത്ഥിക്കും, മുട്ടൻ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞാണ് ഹസ്ബൻഡും പള്ളിയിൽ അച്ഛനൊക്കെ വീട്ടിൽ വന്ന്, ഞങ്ങളൊരു വാടക വീട്ടിൽ, അതായത് മമ്മി താമസിക്കുന്നതിൻ്റെ തന്നെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ആ അനുഗ്രഹം എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതിന് മുമ്പ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ ആളാണ്, കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. ഈ സാക്ഷി, ഈ കേസുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ 5 വർഷമായിട്ട് എന്നെ ക്യാൻസർ പോലെ ബാധിച്ചുകൊണ്ടിരുന്ന കേസുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഇപ്പം ഹസ്ബൻഡിനും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു സമാധാനമായി. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ ഹസ്ബൻഡിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ആൾ ഇനിയൊരു വേറൊരു കാര്യം, ഇപ്പോൾ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങി. മറ്റേ ചിരിക്കുകയോ സിനിമ കാണുകയോ അങ്ങനെ എന്തെങ്കിലും തമാശ അധികം പറയുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ആൾക്കും വലിയൊരു മാറ്റം വന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷവും മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ കോടി നന്ദി. പിന്നെ എൻ്റെ അനിയത്തി ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ ഉടമ്പടി ചെയ്തത് 2019 അപ്പോൾ അനിയന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി ചെയ്തത്. അനിയത്തിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്. ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാം ഡാമേജ് ആയിരുന്നു. അനുജൻ കുടിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷെ അത് കുടുംബത്തിൽ അറിഞ്ഞെങ്കിലും അനിയത്തിയോട് പറയാതെ 5 കൊല്ലം അത് മറച്ചു വെച്ചു. അപ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അനിയന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അനിയത്തിയുടെ അളിയൻ, അതായത് പെങ്ങളുടെ ഭർത്താവ്, അവിടെ തൃശ്ശൂർ സിൽവർ ജൂബിലി ഹോസ്പിറ്റലിലെ മെയിൻ ഫിസിഷ്യനായിരുന്നു. അപ്പോൾ മരുമോനോടും അവിടുത്തെ ഡാഡി പറഞ്ഞു, പറയരുത്, കാരണം ഇവർ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ തകർന്നു പോകും, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ അത് നല്ല ഉദ്ദേശത്തെ കരുതിയാണ് ചെയ്തെങ്കിലും അനിയന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഈ അനിയൻ്റെ കാലിൽ നീര് വന്നു. നീര് കണ്ട് ഈ അനിയത്തി പിള്ളേരിപ്പോൾ വലുതായി, അവളുടെ എൻജിനീയറിങ് കഴിഞ്ഞു. അപ്പോൾ മോനും എല്ലാവരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഇതെന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോഴാണ് അവസാനം അളിയന് പറയേണ്ടി വന്നു, ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നതാണ്, സിറോസിസ് ഉണ്ട്, അപ്പോൾ ലിവർ കിഡ്നിയൊക്കെ ഡാമേജാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിക്ക് അത് വലിയ ഷോക്കായിരുന്നു. അവൾക്കത് ഉൾക്കൊള്ളാൻ, ഞങ്ങളുടെ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഈ പള്ളിയെപ്പറ്റി കേട്ട്, കൃപാസനത്തെപ്പറ്റി കേട്ട് ഇവിടെ വന്ന് അനിയൻ്റെ പേരിൽ ഉടമ്പടി എടുത്തത്. അനിയന് ഇപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയോ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയോ അങ്ങനെ യാതൊരു വിശ്വാസവുമില്ല. അനിയത്തിയാണെങ്കിൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത ആ ഉടമ്പടി രൂപം അനിയത്തിക്ക് കൊടുത്തു. എനിക്കറിയത്തില്ലായിരുന്നു എന്നെ കൊടുക്കരുന്നത്. അപ്പോൾ അനിയത്തി അത് അനിയൻ്റെ ബെഡിന് താഴെ ഇട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അവൾ ബാങ്കിലൊരു മാനേജറാണ്. അപ്പോൾ അതിൽ പിന്നെ പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം കൊടുത്തെങ്കിലും അവൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. കാരണം ബാങ്ക് മാനേജറാണ്. വയസ്സായൊരു അമ്മയുണ്ട് വീട്ടിൽ, 92 വയസ്സായ അമ്മ. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ ലിവറും കിഡ്നിയും എല്ലാം പ്രശ്നമായതുകൊണ്ട് പ്രത്യേക ഫുഡൊക്കെ പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതെല്ലാം സർവൻ്റ് ഉണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തു വരുമ്പോൾ പിന്നെ ബാങ്കിൽ ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് 8 മണിക്കായിരിക്കും. പിന്നെ വീട്, അപ്പോൾ അവൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. പിന്നെ അവൾ പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലേക്ക് പോയി. ഇങ്ങനെ ദുഃഖങ്ങൾ സഹിച്ച് വേറെ പ്രാർത്ഥനയൊന്നും അധികം ഇല്ലാത്ത, പ്രാർത്ഥനയ്ക്ക് ഉണ്ട് എങ്കിലും പുള്ളിക്കാരിക്ക് അധികം വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ ആയി. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയല്ല, ദൈവം മാതാവ് കേൾക്കും, ദുഃഖം മാറും, അനിയന് സുഖമാവുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ലിങ്ക് എടുത്ത് കൊടുക്കലും അവർക്ക് രണ്ടാൾക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ അനിയൻ ഒരു വശം ഇങ്ങനെ തളർന്ന പോലെയായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വശം അനങ്ങണില്ല. അപ്പോൾ നോക്കിയപ്പോൾ സ്ട്രോക്ക് വന്നതാ, ക്ലോട്ടിങ് ഉണ്ട്, ബ്രെയിനിലൊരു ഡ്രോപ്പ് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ട്, സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പാരലൈസിസായി പോകുന്നതിന് മുമ്പ് ഈ 4 മണിക്കൂറിന് മുമ്പിലൊരു ഇഞ്ചക്ഷൻ ചെയ്താൽ പാരലൈസിസായി പോകത്തില്ല, നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അനിയനെ നോക്കുമ്പോൾ അനിയൻ പല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, കിഡ്നി, ലിവർ, ഹാർട്ട്, എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ടിയിട്ട് മരുന്നും ഡയാലിസിസ്, ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കഴിച്ചാൽ അതിന് പല സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ആരോഗ്യം അനിയനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തി ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ കൃപാസനത്തിൽ വന്നോളാം എന്ന് പറഞ്ഞു. കാരണം ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റണില്ല, സ്ട്രോക്ക് വന്നിരിക്കുകയാണ്, ഒരു റൈറ്റ് സൈഡ് കംപ്ലീറ്റ് അനക്കാനും പറ്റണില്ല. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ നോക്കുമ്പോൾ കൈ
കൈ അനങ്ങി, അങ്ങനെ ശരീരഭാഗങ്ങളും പയ്യെ പയ്യെ അനങ്ങി. അങ്ങനെ പിന്നെ ക്രമേണ ICU മാറ്റി ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ വീട്ടിൽ വന്നു. അപ്പോൾ അനിയത്തി കൂടെ വന്നിട്ടുണ്ട്. അവൾക്കും നല്ല വിശ്വാസം. ആദ്യമായിട്ട് ഞാൻ 2019 ചെയ്തെങ്കിലും അവൾക്ക് ഇപ്പോഴാണ് ആ ഒരു വിശ്വാസം വന്നത്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്, എൻ്റെ അനിയൻ്റെ ജീവിതം തിരിച്ച് അമ്മ ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ നന്ദി, സ്തുതി, സ്തോത്രം.